നമുക്ക് തുടങ്ങാം അല്ലേ? സ്നേഹം നിറഞ്ഞ BP ഓപ്പൺ സ്കൗട്ട് നെടുവന്നൂരിലെ സ്കൗട്ട് അസംബ്ലിയുടെ അതിന്റെ ഭാരവാഹികളെ എല്ലാവർക്കും നമസ്കാരം. നമ്മള് തുടർച്ചയായിട്ട് 10 ദിവസത്തെ ഒരു യോഗ ക്ലാസ് ആയിരുന്നു ആരംഭിച്ചത്. ഇന്നുകൊണ്ടത് അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങൾ നിവാരണം ചെയ്യാനുള്ള ഒരു സമയം കൂടിയുണ്ട്. അതുകൊണ്ട് നമുക്ക് ക്ലാസ്സിന് ശേഷം അത് വെക്കാം. അപ്പൊ നമുക്ക് പരിശീലനം ആരംഭിക്കാം. എല്ലാവരും തയ്യാറാണെന്ന് വിശ്വസിക്കുന്നു. ഏതെങ്കിലും ഭാഗത്ത് സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു അവസരം തരാം. ഓക്കെ, നേരെ സുഖാസനയിലിരുന്ന് കൈ ചിന്മുദ്രയിൽ വെച്ച് നടു നിവർത്തി കണ്ണുകൾ അടച്ച് ശ്വാസഗതിയെ നിരീക്ഷിക്കൂ. ദീർഘമായ ശ്വാസം എടുക്കാം. സാവകാശം നിശ്വാസമായി പുറത്തുവിടാം. നോർമൽ ബ്രീത്തിങ്. നമസ്കാരം മുദ്ര, സൈലന്റ് പ്രയർ. കൈകൾ രണ്ടും നന്നായി തടവി ചൂടാക്കൂ. ആ ചൂട് മുഖത്ത് നന്നായി പകരാം. മുഖത്തെ എല്ലാ പേശികളും നന്നായി തടവി കൊടുക്കാം. Again, rub your hands and massage your face. ചെവികളൊക്കെ നന്നായി തടവി കൊടുക്കാം. ചെവികളൊക്കെ വശങ്ങളിലേക്ക് വലിച്ചു കൊടുക്കാം. കഴുത്തിന് പുറവശം തലകൾ ഉപയോഗിച്ചുകൊണ്ട് നന്നായി താഴ്ന്നു തടവാം. കഴുത്തിന് മുൻവശം നന്നായി താഴ്ന്നു തടവാം. ശരീരാസനകളൊന്ന് തടവാം. വളരെ സാവധാനം കണ്ണുകൾ തുറക്കാം. ഓക്കെ, സ്ട്രെച്ചിങ് ചെയ്യാൻ നമുക്ക് കൈകൾ കോർത്ത് നന്നായിട്ട് ശരീരഭാഗങ്ങളെല്ലാം ഒന്ന് വലിയട്ടെ. പതുക്കെ വശങ്ങളിലേക്ക് വാരിയലിന്റെ പേശികളൊക്കെ വലിയട്ടെ. അടുത്ത വശം സാവധാനം നേരെ പുറകോട്ട്, പതുക്കെ നേരെ മുൻപോട്ട്. ഓക്കെ, കൈ മടക്കി വെച്ച് വലത് കൈ മുട്ട് ഇടത് കൈ കൊണ്ട് പിടിച്ച് പതുക്കെ വലിച്ചു കൊടുക്കാം. ചേഞ്ച്. അടുത്ത കൈ സാവധാനം കൈ വിരലുകൾ കൈപ്പടം താഴ്ത്ത്. ചേഞ്ച്. ഷോൾഡർ ചേഞ്ച്. ഓക്കെ, പതുക്കെ കാലുകൾ നിർത്തിവെക്കാം. കൈ പുറകിൽ കുത്തി നന്നായിട്ടൊന്ന് വിശ്രമിക്കാം. കാലുകൾ പിന്നിൽ കൊടുക്കാം. ഓക്കെ, പതുക്കെ കാലുകളൊന്ന് പിടിച്ച് നന്നായിട്ടൊന്ന് വലിച്ചു കൊടുക്കാൻ ചെയ്യാം. ഓക്കെ, സുഖാസന. നേരെ കൈ വിരലുകൾ എല്ലാ ജോയിന്റ്സും നന്നായിട്ട് ഇളകട്ടെ. Loose rotation, reverse, elbow, shoulder rotation,
then reverse, കൈ നേരെ നിവർത്തി വെക്കാം, rotate, then reverse, okay, then കൈ നേരെ മുൻപോട്ട് നിവർത്തി വെച്ച് ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ വികസിപ്പിക്കാം. 1 2 3 4 5 6 7 8 9 10. Then up and down. 1 2 3 4 5 6 7 8 9 10. Release and relax. നന്നായിട്ട് വിശ്രമിക്കാം. ശ്വാസഗതിയെ ശ്രദ്ധിക്കാം. ഓക്കെ, ആസനാസിലേക്ക് പോവാം. നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ചെയ്തു പോകും. ആസന എല്ലാം നമ്മൾ ടച്ച് ചെയ്ത് പോകുന്നു. സാധാരണയായി നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് വീട്ടിലിരുന്ന് ഇതേപോലെ സ്ട്രെച്ചിങ്, വാമിംഗ് അപ്പ്, അതേപോലെ ഇതിന് ശേഷം ആസനാസ് പ്രാണായാമം, ഇത്രയാണ് നമ്മൾ ഇതിൽ പ്രാക്ടീസ് ചെയ്തത്. സൂര്യനമസ്കാരം ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ ക്യാമറയ്ക്ക് മുന്നിലായതുകൊണ്ട് കംപ്ലീറ്റ് നമുക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം ഇന്നുകൊണ്ടുള്ള ആസനം നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്ത ആസനാസ് ഒക്കെ ടച്ച് ചെയ്ത് പോകും. കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു 3 തവണ ഒരാസന മിനിമം 3 തവണ ചെയ്യാം. പിന്നെ എന്തെങ്കിലും പ്രയാസം, ഇപ്പോൾ നടുവേദന, ഒരു എക്സാമ്പിൾ പറയാണ്, നടുവേദനയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നടുവേദന ഉള്ളവരാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആസന ചിലപ്പോൾ 3 എണ്ണം കൂടുതൽ ചെയ്യും. അത്രയും ചെയ്താൽ മതി. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ എന്തെങ്കിലും പ്രയാസമുള്ള ആളുകൾ അതിന് പറയുന്ന ആസനാസ് കൂടുതൽ സമയം കൂടുതൽ എണ്ണം ചെയ്യാം. അല്ലാതെ എല്ലാം ഒരു 3 എണ്ണം 4 എണ്ണം ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ എണ്ണം കുറയ്ക്കും. എല്ലാം ഒന്ന് ടച്ച് ചെയ്ത് ഇതുവരെ 9 ക്ലാസ്സുകളിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തെല്ലാം. ഓക്കെ, ശേഷം നിങ്ങൾക്ക് സംശയം ചോദിക്കാനുള്ള അവസരം തരികയും. നമ്മൾ ആദ്യം ചെയ്യുന്നത് യോഗമുദ്ര. നേരെ നിവർന്നിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. സുഖാസനയിലിരിക്കാം. അപ്പൊ ഞാനിരിക്കുന്നത് അർദ്ധപത്മത്തിലാണ്. പത്മത്തിലിരിക്കാം. വജ്രാസനയിൽ ഇരുന്നു കൊണ്ട് ഇത് ചെയ്യാം. 3-4 വിധത്തിൽ ഇരുന്നുകൊണ്ട് ചെയ്യാവുന്നതാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നടു നേരെ നിവർത്തിയിരുന്ന് ചെയ്യണമെന്ന് മാത്രം. എപ്പോൾ നമ്മൾ ഇരിക്കുമ്പോൾ നടുവിന് സ്ട്രെയിറ്റ് ആക്കുക, നിൽക്കുമ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. അപ്പോൾ പോസ്റ്റേഴ്സ് ആണ് നമുക്ക് വേദനയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ കുട്ടികളെ നിങ്ങളിലേക്ക് ഇത് എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് ചെയ്യുമ്പോൾ അതിന്റെ ഗുണങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ കൈ ആദിമുദ്രയിൽ വെക്കുന്നു. ആദിമുദ്ര എന്ന് പറഞ്ഞാൽ വലത്തെ കൈയിൽ 2 കൈ വെച്ച് കഴിഞ്ഞാൽ ആദിമുദ്രയാണ്. അപ്പോൾ തള്ളവിരൽ നമ്മൾ ഉള്ളോട് മടക്കി ബാക്കിയുള്ള വിരലുകൾ ക്രോസ് ചെയ്ത് പിടിക്കുന്നു. മുഷ്ടി ചുരുട്ടാറൊക്കെ നേരത്തെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇത് നേരെ പുറകിൽ വെച്ച് പിടിക്കുകയാണ്. പിടിച്ച് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കും. വളരെ സാവകാശം ശ്വാസം വിടുന്ന നോക്കി അപ്പുറം കൂടി ബെൻഡ് ചെയ്യുന്നു. നെറ്റി തറയിൽ ടച്ച് ചെയ്യാൻ ശ്രമിക്കുക. പറ്റുന്നവരെ ചെയ്യുക. എത്രയാണോ പറ്റുന്ന അത്രയും ചെയ്താൽ മതി. ഇതാണ് ഇതിന്റെ പൂർണ്ണമല്ല. സ്ലോലി ഇൻഹേലർ, ശ്വാസം എടുത്തുകൊണ്ട് നേരെയാവുന്നു. വളരെ സാവധാനം. അഗൈൻ ഒരിക്കൽ കൂടി എക്സേൽ ഡൗൺ. ഇൻഹേലർ, സ്ലോലി റിലീസ് ആൻഡ് റിലാക്സ്. നന്നായിട്ട് വിശ്രമിക്കാം. ആ സമയം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏത് ഭാഗത്തെയാണോ ഉത്തേജിപ്പിക്കാൻ ചെയ്തത്. ഇപ്പൊ നമ്മൾ ഉദരഭാഗം, അതേപോലെ തന്നെ നടുവിലെ പേശി, ഇതിനാണ് ഏറ്റവും കൂടുതൽ ഉത്തേജനം ലഭിക്കുന്നത്. ആ ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. നോർമൽ ബ്രീത്ത്, ഇതാണ് നമ്മൾ ഓരോ ആസനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പൊ ഏത് ഭാഗത്തെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് ആ ഭാഗം മനസ്സിൽ ശ്രദ്ധിക്കുക. എന്നിട്ട് ഇൻഹേൽ ആൻഡ് എക്സേൽ, നോർമൽ ബ്രീത്ത്, വായടച്ച് മൂക്കിലൂടെ സാവധാനം ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യും. ഓക്കെ, ഒരു ഇന്റർവെൽ കൊടുക്കുക 2 ആസനക്കിടയിൽ. അടുത്തത് പാർശ്വയോഗമുദ്ര. സെയിം പോസ്റ്റർ. ശ്വാസം എടുത്ത് നേരെയാവുന്നു. വളരെ സാവധാനം ശ്വാസം വിട്ടുകൊണ്ട് നെറ്റി കാൽമുട്ടിലേക്ക് ടച്ച് ചെയ്യും. അപ്പൊ ചെസ്റ്റ് ഒക്കെ നമുക്ക് കാൽത്തോടയിൽ ടച്ച് ചെയ്യും. ഇവിടെ 3-4 ശ്വാസം എടുക്കുന്ന സമയം ഹോൾഡ് ചെയ്യുന്നു. ദെൻ സാവധാനം ശ്വാസം വലിച്ചുകൊണ്ട് നേരെയാവാം. ദെൻ അടുത്ത വശത്തേക്ക് എക്സേൽ ഡൗൺ.
ഇൻഹേൽ, സ്ലോലി റിലീസ് ആൻഡ് റിലാക്സ്. ഇത് 3 തവണ 2 കാലിലേക്കും ചെയ്യാവുന്നതാണ്. പതുക്കെ കാലുകൾ സാവധാനം നിവർത്തി വെക്കുന്നു. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ കാലുകളൊക്കെ നിർത്തുമ്പോൾ സാവധാനം നിർത്തുക. കാരണം പേശികൾ പിടിച്ചു പോകും പെട്ടെന്ന്. അതുകൊണ്ട് വളരെ സാവധാനം ചെയ്താൽ മതി. ഓരോരുത്തർ സമയം എടുത്തേ ചെയ്യാം. നേരെ നിവർന്നിരുന്ന് സുഖാസനയിൽ വിശ്രമിക്കുന്നു. മഹാമുദ്ര. വലത് കാല് മടക്കി ഭൂരിഭാഗം ഇടത് കാൽക്കുടയുടെ ആരംഭത്തിലേക്ക് കയറ്റി വെക്കുകയാണ്. കയറി ഇരിക്കരുത്, കാലിൽ ചേർത്ത് വെക്കുന്ന മാത്രമേ ഉള്ളൂ. നേരെ നിർത്തി വെക്കുന്ന കാല് 90 ഡിഗ്രിയിൽ വെക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും പൊളഞ്ഞു പോകാതിരിക്കുക. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ടച്ച് ചെയ്യുന്ന സമയത്ത് കാല് നേരെ നിവർത്തിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മളെ കാലിന്റെ തരിപ്പ്, വേദന, ഇതേപോലുള്ള പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കൂടി പറയാനുണ്ട്. പക്ഷെ നമ്മുടെ സമയത്തിന്റെ പരിമിതി മൂലം നമ്മൾ കാര്യങ്ങൾ കൂടുതൽ പറയുന്നില്ല. ഓക്കെ, നേരെ നിവർന്നിരുന്ന് കൈകൾ വശങ്ങളിലൂടെ ശ്വാസം വലിച്ചുകൊണ്ട് പോവുകയാണ്. പതുക്കെ ശ്വാസം വിട്ടുകൊണ്ട് കാൽവിരലുകൾ പിടിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കാലിന്റെ വിരലിന്റെ ഭാഗത്തേക്ക് നോക്കുന്നു. നോർമൽ ബ്രീത്തിങ്. കാലിന്റെ പുറവശ പേശികളൊക്കെ നന്നായിട്ട് വലിയുന്നത് അറിഞ്ഞ് ആസ്വദിച്ചുകൊണ്ട് ചെയ്യാം. അതേപോലെ തന്നെ നടുവിന്റെ പേശികൾ, ഈ 2 പേശികൾക്കാണ് നന്നായിട്ട് ഉത്തേജനം ലഭിക്കുന്നത്. നോർമൽ ബ്രീത്ത് ചെയ്തതിനു ശേഷം വളരെ സാവധാനം ശ്വാസം വലിച്ചുകൊണ്ട് പോകണം. പതുക്കെ ശ്വാസം വിട്ടുകൊണ്ട് ഒരിക്കൽ കൂടി എക്സേൽ ഡൗൺ, then inhale, slowly release. എല്ലാം 3 തവണ ചെയ്യാൻ നമുക്ക്. ഇന്ന് നമ്മൾ എണ്ണം കുറച്ചിട്ടുണ്ട്, സമയത്തിന്റെ പരിധി നിമിഷം. അടുത്ത കാലം മാറി ചെയ്യുന്നു. ഇടത് കാലം മടക്കി ചേർത്ത് വെക്കാം. സാവധാനം ശ്വാസം വലിച്ചുകൊണ്ട് കൈകൾ പോക്കാം. ശ്വാസം വിട്ടുകൊണ്ട് കാലുകൾ പിടിക്കുന്നു. നോർമൽ ബ്രീത്തിങ്. ഇവിടെ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യണം. Slowly inhale, exhale down, inhale, slowly release and relax. നന്നായിട്ട് വിശ്രമിക്കാം. ഓക്കെ, ദെൻ പശ്ചിമോത്താനാസനം. ഇത് രാജസ്ഥാനിലെ കുട്ടികൾക്ക് സിലബസിലുള്ളതാണ്. ഇത് ചെയ്യുന്ന വിധം നിങ്ങൾ പഠിച്ചു വെക്കുക, എഴുതുക. അഥവാ എക്സാമിനേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കുക, കാണിച്ചു കൊടുക്കുക. ഇത്രയും ചെയ്യാൻ. ഓക്കെ, കൈകൾ നേരെ ഹിപ്പ് ജോയിൻസിനടുത്ത് നേരെ നിലത്തമർത്തി വെക്കുന്നു. കാലുകൾ നീക്കി വെക്കുന്നു. അപ്പർ ബോഡി നേരെ സ്ട്രെയിറ്റ് ആയതിനു ശേഷം വളരെ സാവകാശം കൈകൾ വശങ്ങളിലൂടെ ശ്വാസം വലിച്ചുകൊണ്ട് പോകാം. പതുക്കെ ശ്വാസം വിട്ടുകൊണ്ട് കാൽമുട്ട് മടങ്ങാതെ കാൽവിരലുകൾ പിടിക്കുക. കാലിന്റെ തള്ളവിരൽ പിടിച്ചാൽ മതി. നെറ്റി മുട്ടുമായി ഇവിടെ ജോയിൻ ചെയ്യും. നോർമൽ ബ്രീത്ത്. Slowly inhale, exhale down, inhale, slowly release and relax. നന്നായിട്ട് വിശ്രമിക്കാം. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് പശ്ചിമോത്താനാസനം എന്ന് പറഞ്ഞാല് നമ്മളെ കാൽമുട്ടും നെറ്റിയുമായിട്ട് ടച്ച് ചെയ്യുന്ന ഒരാസനയാണ്. ഹൈറ്റ് കൂടാനൊക്കെ അഡോളസൻസ് പീരീഡിലുള്ള കുട്ടികൾക്ക്, വളരുന്ന കുട്ടികൾക്ക് ഗ്രാജുവലി നീളം കൂടും. കാരണം നടുവിന്റെ പേശികളൊക്കെ നന്നായിട്ട് വലിയാണ്. അപ്പം ശരീരത്തിന് നീളം അല്പം വർദ്ധിക്കാനൊക്കെ ഇത് ഉപകരിക്കും. അതൊക്കെ ശ്രദ്ധിക്കും. ഓക്കെ, ഞാൻ നമ്മൾ വജ്രാസനയിലേക്ക് പോകുന്നു. മെഡിറ്റേറ്റീവ് പോസ്റ്ററാണ്. കാലിൽ 2 മുറകോട് മടക്കി വയ്ക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കാല് വിരൽ ടച്ച് ചെയ്താൽ മതി. കാലിൽ ക്രോസ് ചെയ്ത് കയറ്റി വെക്കരുത്. ഉപ്പൂറ്റി ഭാഗം മാക്സിമം അകറ്റി ബട്ടക്സിനകത്തേക്ക് ഇറക്കി വെക്കാം. ബട്ടക്സിനകത്ത് ടച്ച് ചെയ്യുന്നത് വളരെ നല്ലതാണ്. മുൻവശം, കാലിന്റെ മുൻവശം നേരെ ചേർന്നിരിക്കുക, അകറ്റി വെക്കുക. ആദ്യ സമയത്ത് വേദനയൊക്കെ ഉണ്ടാവും. സപ്പോർട്ട് ചെയ്തുകൊണ്ട് വേദനയൊക്കെ ഒഴിവാക്കി പിന്നീട് വേദനയൊക്കെ ഒഴിവായിരുന്നു സുഖമായിട്ട് എവിടെ ഇരുന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, നേരെ കൈ ചിമ്മുകളിൽ വെച്ച് ദീർഘമായി ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഇൻഹേൽ ചെയ്യുന്ന എയർ പൂർണ്ണമായിട്ടും ഉദരഭാഗം വരെ എത്തുക. അവിടെ അല്പം നിർത്തുന്നു, പൂർണ്ണമായിട്ടും എടുത്ത് വായുവിന് പുറന്തള്ളുന്നു. ഇതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ
മെഡിറ്റേറ്റീവ് പോസ്റ്റർ കൂടിയാണത്. മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ആസനയിൽ ഇരുന്നുകൊണ്ടും ചെയ്യാം. ശശങ്കാസന. കൈകൾ നേരെ ശ്വാസം വലിച്ചുകൊണ്ട് പോകുന്നു. അതൊക്കെ ശ്വാസം വിട്ടുകൊണ്ട് കൈ മുട്ടുവരെ നിലത്ത് ടച്ച് ചെയ്യുന്നു. പുറകുനിന്ന് ബട്ടക്സ് പൊങ്ങാതെ നെറ്റ് തലയിൽ ടച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നോർമൽ ബ്രീതിങ്. slowly fill up. Exhale down. മുഖത്തെ പേശികൾ, തലയുടെ ഭാഗത്തെ പേശികളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് സാവധാനം ശ്വസിക്കാം. അപ്പോ ശശങ്കാസനത്തിന്റെ പ്രത്യേകത നമ്മളെ മുഖത്തുള്ള പേശികൾക്കൊക്കെ നല്ല ഉത്തേജനം ലഭിക്കും. മുഖമൊക്കെ നല്ല ബ്രൈറ്റ് ആവും, നല്ല ഉന്മേഷം ലഭിക്കും. നല്ല മുഖത്തൊക്കെ നല്ല ഉന്മേഷം നമുക്ക് പ്രസരിക്കും. അതേപോലെ തന്നെ ഉറക്കക്കുറവുള്ളവർക്ക് ഏറ്റവും കൂടുതൽ സമയം ചെയ്യുന്നത് നല്ലതാണ്. ഉറക്കം കുറയുന്ന ആളുകൾക്കൊക്കെ നമ്മളെ ഇവിടെ ഒരു ഗ്രന്ഥി, ആ ഗ്രന്ഥിയെ ഉത്തേജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഗ്രന്ഥിയിൽ നിന്ന് വരുന്ന ഹോർമോണാണ് നമുക്ക് കണ്ണുകളിലേക്ക് പാസ് ചെയ്ത് നമുക്ക് ഉറക്കം വരുന്നത്. അപ്പൊ അതിന്റെ കുറവ് മൂലമാണ് ഉറക്കം ഉണ്ടാവാതിരിക്കുക. അപ്പൊ അതിനെ ഉത്തേജിപ്പിച്ച് കഴിഞ്ഞാൽ ഉറക്കം നല്ല കിട്ടും, കാണാൻ പറ്റായിരിക്കും. നമുക്ക് വലിയ എന്താ പറയാ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഒക്കെ ഒഴിവാകും. അപ്പൊ ശശങ്കാസനം നന്നായി ചെയ്യാൻ പഠിക്കുന്ന കുട്ടികളൊക്കെ കൂടുതൽ സമയം എടുത്ത് ചെയ്യുക, നല്ല റിലാക്സേഷൻ കിട്ടും. ഓക്കെ, പുള്ളി ഷട്ട് ഡൗൺ ചെയ്തേക്കുക ആ സമയത്ത്. ഇനി നമ്മൾ ചെയ്യുന്നത് പ്രാണായാമ, നാഡിശുദ്ധി പ്രാണായാമ. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തതാണ്. ഇത് ഡെയിലി നിങ്ങൾക്ക് ചെയ്യാം. ഇടത് കൈ ചിന്മുദ്ര, വലത് കൈ നാസിക മുദ്ര എന്ന് പറയും. ഈ മുദ്ര ഉപയോഗിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ഇടത്തെ മുക്കും വലത്തെ മുക്കും അടയ്ക്കും നോക്കുകയും ചെയ്യാനായി. ചൂണ്ടുവിരലും നടുവിരലും മടക്കി വയ്ക്കുന്നു, ബാക്കിയുള്ള വിരലുകൾ നിവർന്നിരിക്കട്ടെ. മോതിരവിരലുകളും ചെറുവിരലുകളും ഇടത്തെ മുക്ക് അടയ്ക്കും, വളച്ചു കളഞ്ഞാൽ ജസ്റ്റ് അവിടെ ടച്ച് ചെയ്ത് ആ എയർ എടുക്കുന്നത് വലത്തേലൂടെ എടുക്കുക. ദെൻ ഇടത്തേലൂടെ വിടുന്നു, ഇടത്തേലൂടെ എടുക്കുന്നു, വലത്തേലൂടെ വിടുന്നു. ആ റൊട്ടേഷൻ ഒരു 7 തവണയെങ്കിലും മിനിമം ചെയ്യാം. അപ്പൊ ഇതിന്റെ മുദ്രകളായിരുന്നെങ്കിൽ നമ്മൾ എത്ര വേണമെങ്കിലും സമയത്ത് ചെയ്യാം. ഏറ്റവും നല്ലതാണ്, സ്കിന്നിനൊക്കെ നല്ലതാണ്. അതേപോലെ തന്നെ ലെൻസിന് നല്ലതാണ്. സ്കൾ ക്ലീനിങ് ആണ് നടക്കുന്നത്. ഓക്കെ, നേരെ നിവർന്നിരുന്ന് ചെയ്ത് നോക്കാം. ദീർഘമായി ശ്വാസിക്കാം, ഇടത്തെ മുക്ക് അടയ്ക്കുന്നു. എപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം, നേരെ നടു നേർന്ന് നിവർന്നിരിക്കാം. ഡീപ്ലി ഇൻഹേൽ. എടുത്ത വായു അല്പാടെ നിർത്തുന്നു. ദെൻ വലത്തെ മുക്ക് അടച്ച് ഇടത്തേലൂടെ നിശ്വാസവായുവിനെ സാവധാനം പുറന്തള്ളാം. ദെൻ ഇടത്തേലൂടെ ദീർഘമായി ശ്വാസം എടുക്കാം. വലത്തേലൂടെ സാവധാനം നിശ്വാസവായുവിനെ പുറത്തുവിടാം. ആ റൊട്ടേഷൻ ആവർത്തിക്കാം. Slowly release and relax. നമ്മുടെ ഈ ഭാഗങ്ങളൊക്കെ നന്നായി ശ്രദ്ധിക്കുക. സ്കൾ ഏരിയ, ലെൻസിന്റെ ഭാഗങ്ങളൊക്കെ നന്നായി ശ്രദ്ധിക്കുക. വളരെ സാവകാശം ശ്വസിക്കാം. അപ്പൊ നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ, കോവിഡ് കാലഘട്ടത്തിൽ ഏറ്റവും നല്ലതാണ് പ്രാണായാമം നന്നായി പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അത് സമയം എടുത്തുകൊണ്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിൽ ചെയ്യാം പ്രാണായാമം. ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചെയറിൽ ഇരുന്നുകൊണ്ടും ചെയ്യാം, നേരെ നടു നിവർന്നിരുന്ന് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ നമ്മളിരുന്ന് വജ്രാസനമാണ് ചെയ്യുന്നത്. സുഖാസനം ചെയ്യാം, പത്മാസനം ചെയ്യാം, അർദ്ധപത്മത്തിൽ ചെയ്യാം, ഏതിലും വേണമെങ്കിലും ഇരുന്നിട്ട്. ഇനി ഇതൊന്നും പറ്റാത്തവർക്ക് ചെയറിലിരുന്ന് നേരെ നിവർന്നിരുന്നിട്ടും ചെയ്യാം. ഓക്കെ, അടുത്തതിലേക്ക് പോകുന്നു. ഭസ്ത്രിക പ്രാണായാമം. കൈകൾ നേരെ ഷോൾഡറിലേക്ക് ചേർത്ത് മടക്കി വയ്ക്കാം. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ നേരെ നിവർത്തുന്നു. ദീർഘമായി ശ്വാസം എടുക്കുന്നു. ശക്തിയായി ശ്വാസം വിട്ട് കൈ മടക്കി വയ്ക്കുകയാണ്. എക്സൈൽ ഡൗൺ. 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. റിലീസ് ആൻഡ് റിലാക്സ്. നന്നായിട്ട് വിശ്രമിക്കാം. ചെസ്റ്റിന്റെ ഭാഗം, തലയുടെ ഭാഗങ്ങൾ നന്നായി ശ്രദ്ധിച്ച് വളരെ സാവകാശം ശ്വസിക്കാം.
ഓക്കെ. അടുത്തത് ഭ്രാമരി പ്രാണായാമം. ഭ്രമരം എന്ന് പറഞ്ഞാൽ വണ്ട് മൂളുന്നത് പോലെ നമ്മൾ മൂളുകയാണ്. വായു ക്ലോസ് ചെയ്ത് മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നു. ഹിസ്സിംഗ് സൗണ്ടിൽ ആ ഒരു മൂളിച്ചയിൽ നമ്മൾ എയറിനെ പുറത്തു വിടുന്നു. ആ മൂളല് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഫേസിന്റെ ഭാഗം, തലയുടെ ഭാഗം നന്നായിട്ട് വൈബ്രേറ്റ് ചെയ്യും. അതാണ് ശ്രദ്ധിക്കുന്നത്. അപ്പം പ്രാണായാമം ചെയ്യുന്ന സമയത്ത് കണ്ണുകൾ അടച്ച് നമ്മളിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യാൻ ഏറ്റവും ഉത്തമം. ഇവിടെ 2 വിധത്തിൽ ചെയ്യുന്നുണ്ട്. മുദ്ര ഉപയോഗിച്ചും മുദ്ര ഉപയോഗിക്കാതെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മള് ചെവി തലവരോട് ക്ലോസ് ചെയ്യും. കേൾവിയെ നമ്മൾ തടസ്സപ്പെടുത്തുന്നു. ഇവിടെ ഷൺമുഖി മുദ്രയാണ് ഉപയോഗിക്കാറ്. അതിപ്പോ നിങ്ങൾ ഈ ഓൺലൈനിലാകുന്ന സമയത്ത് ക്ലിയർ ആവാറുണ്ട്. അപ്പൊ ഞാൻ മുദ്ര ഇവിടെ കാണിക്കുന്നില്ല. ഇതാണ് ഷൺമുഖി മുദ്ര എന്ന് പറയുന്നത്. കാഴ്ചയും കേൾവി നമ്മൾ തടസ്സപ്പെടുത്തുന്നു. ഓക്കെ. അപ്പൊ നമ്മളിലേക്ക് പൂർണ്ണമായിട്ട് ശ്രദ്ധ വരുന്നു. അപ്പൊ ഇപ്പൊ തൽക്കാലം നിങ്ങൾ തല കരുതുകൊണ്ട് ചെവി ക്ലോസ് ചെയ്യുന്നു. ദീർഘമായി ശ്വാസം എടുക്കുക. ഹിസ്സിംഗ് സൗണ്ടിൽ എയറിനെ പുറത്തു വിടുന്നു. മൂളിൽ കൊണ്ട് എയറിനെ പുറത്താകും. ഓക്കെ. ഡീപ്ലി ഇൻഹേൽ. Slowly release and relax. ആ വൈബ്രേഷൻ നന്നായിട്ട് ആസ്വദിക്കാം. നോർമൽ ബ്രീത്തിങ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ബ്രെയിനൊക്കെ ഏറ്റവും നല്ലതാണ്. പവർഫുൾ ആവും. ടെൻഷനൊക്കെ നന്നായിട്ട് കുറയും. ഡെയിലി ചെയ്തു ഭ്രമരി പ്രാണായാമം. ഓക്കെ. അടുത്തതിലേക്ക് പോവാൻ നമുക്ക് മകരാസനം. മകരം എന്ന് പറഞ്ഞാൽ മുതലയെ പോലെ കിടക്കുകയാണ്. ഇടത്ത് കൈന്റെ പടത്തിന് മേലെ വലത് കൈ കയറ്റി വെക്കുന്നു. കാലുകൾ നേരെ അല്പം അകറ്റി ഉപ്പൂരി ഭാഗം ഉള്ളോട്ട് വെച്ചതിന് ശേഷം സുഖമായിട്ട് കാലുകൾ റിലീസ് ചെയ്യുന്നു. നെറ്റി കൈയുടെ നമ്മുടെ പടത്തിന് മേലെ റെസ്റ്റ് ചെയ്യുന്നു. സുഖമായിട്ട് വിശ്രമിക്കുക. ചെസ്റ്റ് നന്നായിട്ട് ഫുൾ ഫ്രീ ആയിട്ട് കഴിക്കാം. ഒരു ഭാഗത്ത് ബലം കൊടുക്കാതിരിക്കാം. കമഴ്ന്ന് കിടന്നുകൊണ്ടുള്ള വിശ്രമാസനയാണ് മകരാസന. അടുത്ത നമ്മൾ ഭുജംഗാസനയിൽ പോകുന്നു. കാലുകൾ ചേർത്ത് വെക്കാം. കൈകൾ ചെസ്റ്റ് പോയിന്റിന് നേരെ ചേർത്ത് നിർത്താമെത്തിയിരുന്നു. കൈമുട്ടുകൾ ശരീരത്തോട് ചേർത്ത് വെക്കാം. താടി അല്ലെങ്കിൽ നെറ്റി നേരത്തെ ടച്ച് ചെയ്യാം. വളരെ സാവകാശം ശ്വാസം വലിച്ചുകൊണ്ട് പൊക്കിപ്പൊടികളുടെ ഭാഗം നേരെ പോകുന്നു. കഴുത്തിന്റെ വീഴ്ചകൾ നന്നായി വലിയ നേരെ മുന്നോട്ട് നോക്കാം. നോർമൽ ബ്രീത്തിങ്. ഈ പോർഷൻ എത്തിക്കഴിഞ്ഞാൽ നോർമൽ ബ്രീത്തിങ്. 3-4 ശ്വാസം എടുക്കുന്ന സമയം എടുക്കുന്നു. സാവധാനം ശ്വാസം വിട്ടുകൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക്. Again, slowly inhale. Exhale down. Release and relax. മകരാസനയിൽ വിശ്രമിക്കുന്നു. നമ്മൾ ശ്രദ്ധിക്കുന്നത് കൈ ഒരു 40 ഡിഗ്രിയെ പോകുന്നത് പൂർണ്ണമായിട്ടും നേരെ വരുന്നില്ല. ഇങ്ങനെ ആവുന്നില്ല. ഇത്രേ വരുന്നുള്ളൂ. അത് ശ്രദ്ധിക്കും. ഓക്കെ. അർദ്ധ ശലഭാസനം. കാലുകൾ ചേർത്ത് വയ്ക്കാം. കൈകൾ നേരെ താഴ്ത്തി ഹിജോൻസിനടുത്തേക്ക് കാട്ടി വയ്ക്കാം. താടി നിലത്ത് ടച്ച് ചെയ്യട്ടെ. വലത് കാലിൽ ശ്വാസം വലിച്ചുകൊണ്ട് നേരെ പോകാം. സൂര്യനിക്കുക. മടങ്ങാൻ ശ്രദ്ധിക്കുക. നേരെ നിർത്തിയിരിക്കേണ്ട കാലിൽ എത്ര പരമാവധി പോകാൻ പറ്റുമോ അത്രയും പോകാം. സാവധാനം ശ്വാസം വിട്ടുകൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക്. അടുത്തത് ഇടത്തെ കാലിൽ സൂര്യനിക്കുക. Exhale down. Again, വലത് കാലിൽ നിൽക്കണം. Exhale down. Inhale. Exhale down. Slowly release and relax. നേരെ മലർന്ന് കിടക്കാം. സുഖമായിട്ട് നേരെ നിവർന്ന് കിടക്കാം. ശരീരം പൂർണ്ണമായും അയഞ്ഞ് വിശ്രമിക്കട്ടെ. ഓക്കെ.
ഉത്താനപാദം നമ്മൾ രണ്ടെണ്ണം ചെയ്തത്. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്തത് ഏക ഉത്താനപാദം 45 ഡിഗ്രി, ഇത്രയും പൊക്കി വെച്ചു. അപ്പൊ അത് രണ്ട് കാലം ചെയ്യാം. അതിന്റെ രണ്ടിനെയും കൂടി കോമ്പിനേഷൻ ആണ് 90 ഡിഗ്രി. 90 ഡിഗ്രിയിലേക്ക് കാല് നേരെ പൊക്കുന്നു. അല്പം അവിടെ നിർത്തിയതിനു ശേഷം വളരെ സാധാരണ പ്രൊസീഡിലേക്ക് വരും. ചെയ്ത് നോക്കാം. ഉത്താനപാദം 90 ഡിഗ്രി, ഈ ഉത്താനപാദം സ്ലോലി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നോർമൽ ബ്രീത്തിങ്. കാലുകൾ നേരെ നിർത്തി വയ്ക്കാം. Then slowly exhale down. Inhale up. Exhale down. Normal breathing. Release ചെയ്തുകൊണ്ട് നന്നായിട്ട് വിശ്രമിക്കാം. Then നൗകാസനം. ശരീരം തോണിയെ പോലെ ആക്കുന്നു. നൗക ബട്ടക്സ് മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ, ബാക്കി ശരീരഭാഗങ്ങളെല്ലാം തറയിൽ നിന്നും പൊക്കുന്നു. സ്ലോലി കഴിഞ്ഞ നോർമൽ ബ്രീത്തിങ്. എക്സേൽ ഡൗൺ. ഇൻഹേൽ അപ്പ്. എക്സേൽ ഡൗൺ. റിലീസ് ആൻഡ് റിലാക്സ്. നന്നായിട്ട് വിശ്രമിക്കാം. ഓക്കെ, ഇനി നമ്മൾ പാദമുദ്രാസനം ആദ്യം നമ്മൾ ചെയ്ത് അർദ്ധ പാദമുദ്രായിരുന്നു. ഒരു കാലം മടക്കി നമ്മൾ നെറ്റിയുമായി ടച്ച് ചെയ്യും. അപ്പൊ അതിനുശേഷം നമ്മൾ പൂർണ്ണ പാദമുദ്രാസനം പഠിക്കും. ഇപ്പൊ അത് പ്രാക്ടീസ് ചെയ്യണം. ബുദ്ധിമുട്ട് തോന്നുന്നവര് ഒരു ഭാഗത്ത് മാത്രം അർദ്ധ പാദമുദ്രവും ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന നേരെ നോക്കി കിടക്കുക. കാല് നമ്മൾ സാവധാന ശ്വാസം വലിച്ചുകൊണ്ട് കൊടുക്കുന്നു. കാലുകൾ ഹോൾഡ് ചെയ്ത് മടക്കുന്നു. കൈകളെ കൊണ്ട് കാല് പിടിച്ച് ശ്വാസം എടുത്തുകൊണ്ട് നേരെയാവുന്നു. ദെൻ ശ്വാസം വിട്ടുകൊണ്ട് കാൽമുട്ട് അടുപ്പിച്ച് നന്നായിട്ട് നെറ്റി തൊണ്ടയുമായി ടച്ച് ചെയ്യും. നെറ്റിയും കാൽമുട്ടുമായി ടച്ച് ചെയ്യുക. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നോർമൽ ബ്രീത്തിങ്. ദെൻ സാവധാനം റിലീസ് ചെയ്ത് കൈ റിലീസ് ചെയ്ത് കാലുകൾ പതുക്കെ പൊക്കിക്കൊണ്ട് താഴ്ത്തുക. 3 തവണ ആവർത്തിക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പൂർണ്ണത എത്തിക്കഴിഞ്ഞാൽ നോർമൽ ബ്രീത്തിങ്. ഈ 2 വർഷങ്ങൾ ശ്രദ്ധിക്കുക. കാരണം നോർമൽ ബ്രീത്തിങ്. വായു നമ്മളെ ആസിഡിറ്റി ചെയ്യുക, അതുപോലെ തന്നെ ഗ്യാസ് ഉപയോഗമുള്ളവർ നന്നായി ചെയ്യണം. അപ്പൊ അതിൽ നിന്ന് കാറ്റില്ല. അപ്പൊ കാറ്റിന്റെ മുക്തം ചെയ്യാം. അപ്പൊ എന്നാൽ ഗ്യാസ് നമുക്ക് ക്ലിയർ ആയി കിട്ടും. ഡൈജഷൻ നന്നായി നടക്കും. ഇപ്പൊ അങ്ങനെ പ്രയാസങ്ങളുള്ളവർക്ക് പാദമുദ്രാസനം നന്നായി ചെയ്യും. ഓക്കെ, അടുത്ത നമ്മൾ ചെയ്യുന്നത് ജഠരാസനം. കാലുകൾ നേരെ മടക്കി പൃഷ്ഠഭാഗത്തോട് ചേർത്ത് വയ്ക്കുന്നു. കൈ നേരെ പുറത്ത്, തലയ്ക്ക് പുറത്ത്, തലയുടെ അടിയിലല്ല പുറത്ത്. നേരെയാവുക ശരീരം. പതുക്കെ ശ്വാസം വലിച്ചുകൊണ്ട് നേരെയാവുന്നു. പതുക്കെ ശ്വാസം വിട്ടുകൊണ്ട് വലതുവശത്തേക്ക് ഇരു കാലുകളും ചലിച്ച് നിലത്ത് ടച്ച് ചെയ്യാൻ ശ്രമിക്കുക. ദെൻ ഇടതുവശത്തേക്ക് തല. ഉദരഭാഗം ചെസ്റ്റിന്റെ ഭാഗം നന്നായിട്ട് വരും. നടുവിന് നല്ല ആയാസം കിട്ടും. നടുവേദനക്കുള്ളത് നന്നായി ചെയ്യാം. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നോർമൽ ബ്രീത്തിങ്. ദെൻ സാവധാനം ശ്വാസം വലിച്ചുകൊണ്ട് നേരെയാവുന്നു. ദെൻ അടുത്ത വശത്തേക്ക് ഇതേപോലെ തന്നെ എക്സൈൽ ആവും. ഇത് ആവർത്തിക്കാവുന്നതാണ്. 3-4 തവണ ചെയ്യാവുന്നതാണ്. റിലീസ് ചെയ്ത് കൈകളൊക്കെ താഴ്ത്തി വെച്ച് നന്നായിട്ട് വിശ്രമിക്കാം. ഓക്കെ, അപ്പൊ നമ്മള് ശവാസനയിലേക്ക് പോവാണ്. നേരെ നിവർത്തി കിടക്കാൻ എല്ലാവരും. ഇത് കൂടുതൽ സമയം നമ്മൾ ചെയ്യുന്നില്ല. കുറച്ച് സജഷൻ ഞാൻ പറയുന്നു, ശ്രദ്ധിക്കാം. നേരെ നിവർത്തി കിടന്നാൽ മതി. സജഷൻ കേട്ടാൽ മാത്രം മതി. കണ്ണുകൾ അടച്ച് അവനവനിലേക്ക് ശ്രദ്ധിക്കാം. മറ്റുള്ള ചിന്തകളെല്ലാം മാറി മനസ്സിനെ ശാന്തമാക്കാം. കണ്ണുകൾ അടച്ച് ശ്വാസഗതിയെ നിരീക്ഷിക്കൂ. ദീർഘമായി ശ്വാസം എടുക്കാം. വളരെ സാവധാനം നിശ്വാസവായുവിനെ പുറത്തുവിടാം.
നോർമൽ ബ്രീത്തിങ്. നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായും കാൽവിരലുകളിലേക്ക് എത്തിയിരിക്കുന്നു. കാൽവിരലുകൾ അയഞ്ഞ് തളർത്തി വിശ്രമിക്കാം. കാൽപാദം ഉപ്പൂറ്റി ഭാഗം പൂർണ്ണമായും വിശ്രമിക്കട്ടെ. ഇരു കാലുകളെ അനുവദിക്കൂ. അരക്കെട്ട് അയഞ്ഞ് വിശ്രമിക്കുകയാണ്. ഉദരസംബന്ധമായ പേശികളെല്ലാം പൂർണ്ണ വിശ്രമാവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ആന്തരാവയവങ്ങളെല്ലാം സാവധാനം വിശ്രമിക്കുക തുടങ്ങിയിരിക്കുന്നു. നടുവിന്റെ എല്ലാ പേശികളും അയഞ്ഞ് വിശ്രമിക്കട്ടെ. നെഞ്ചിനെ വിശ്രമിക്കാൻ അനുവദിക്കാം. നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായും കൈവിരലുകളിലേക്ക് എത്തിയിരിക്കുന്നു. കൈവിരലുകൾ അയഞ്ഞ് തളർത്തി വിശ്രമിക്കാം. എന്റെ ശബ്ദം നിങ്ങളെ കൂടുതൽ കൂടുതൽ ആഴത്തിലുള്ള വിശ്രമാവസ്ഥയിലേക്ക് എത്തിക്കുന്നു. ശാന്തമായി സുന്ദരമായി ശരീരവും മനസ്സും അയഞ്ഞ് സുഖകരമായി വിശ്രമിക്കുകയാണ്. ഈ കൈകളും പൂർണ്ണ വിശ്രമാവസ്ഥയിലേക്ക് എത്തട്ടെ. കഴുത്തിനെ വിശ്രമിക്കാൻ അനുവദിക്കാം. മുഖത്ത് അനുഭവപ്പെടുന്ന പിരിമുറുക്കം അയഞ്ഞില്ലാതാവട്ടെ. ഇരു കൺപോളകളും അടങ്ങി സുഖകരമായി വിശ്രമിക്കുകയാണ്. തലയുമായി ബന്ധപ്പെട്ട എല്ലാ പേശികളും പൂർണ്ണമായും അയഞ്ഞ് വിശ്രമിക്കട്ടെ. ശരീരക്കോളങ്ങളുടെ നിയന്ത്രണത്തിലല്ല, പൂർണ്ണമായും അയഞ്ഞ് സുഖകരമായി വിശ്രമിക്കുന്നു. പ്രഭാതത്തിൽ ശ്വസന രൂപത്തിലുള്ള ഊർജ്ജം ശരീരത്തിന്റെ എല്ലാ കോശങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഊർജ്ജം കോശങ്ങളും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ചിന്തകൾ, നെഗറ്റീവ് വിചാരങ്ങൾ എല്ലാം നിശ്വാസവായുവിനൊപ്പം പുറത്തു പോകുന്നതായി സങ്കല്പിക്കാം. ദുഷ്വിചാരങ്ങളും ചിന്തകളും എല്ലാം നിശ്വാസവായുവിനൊപ്പം പുറത്തു പോകട്ടെ. മനസ്സിലും ശരീരത്തിലുള്ള വേദനകളും പ്രയാസങ്ങളെല്ലാം ഒരു കറുത്ത ബിന്ദുവായി കണ്ട് അതിനെ നിശ്വാസവായുവിനൊപ്പം പുറത്തു കളയൂ. മനസ്സിപ്പോൾ വളരെ ശാന്തമാണ്. ശരീരം അയഞ്ഞ് സുഖകരമായി വിശ്രമിക്കുകയാണ്. ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ് അല്ലെങ്കിൽ ആരോഗ്യവതിയാണ് എന്ന് മനസ്സിൽ 3 തവണ പറയാം. ഞാൻ വിജയിയും പൂർണ്ണ ആരോഗ്യവാനുമാണ്. ആവർത്തിക്കൂ. ഞാൻ വിജയിയും പൂർണ്ണ ആരോഗ്യവാനുമാണ്. ഞാൻ വിജയിയും പൂർണ്ണ ആരോഗ്യവാനുമാണ്. പ്രഭാതത്തിൽ ധാരാളം ഊർജം നമുക്ക് പ്രദാനം ചെയ്ത പ്രകൃതിക്ക് നന്ദി രേഖപ്പെടുത്താം. താങ്ക് യു മൈ ഡിയർ നേച്ചർ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. മാതാപിതാക്കളുടെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവരാം. അവരെ നമ്മോട് ചേർത്ത് നിർത്താം. നന്നായി അവർക്ക് നന്ദി രേഖപ്പെടുത്താം. താങ്ക് യു മൈ ഡിയർ പേരൻസ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നമുക്ക് ചുറ്റുമുള്ള സർവ്വ ചരാചരങ്ങൾക്കും നന്ദി രേഖപ്പെടുത്താം. അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകളെല്ലാം കൊടുക്കുന്നു. എല്ലാത്തിനോടും ക്ഷമിക്കാൻ പഠിക്കുന്നു.
നമ്മെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്താം. നമ്മെ പഠിപ്പിച്ച പ്രയാസങ്ങൾ നമുക്ക് നൽകിയ എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തു. അവരോട് ക്ഷമിക്കാം. ശരീരത്തിലെ പൂർണ്ണ അവയവങ്ങൾക്കും നന്ദി രേഖപ്പെടുത്താം. അവനവനോട് നന്ദി രേഖപ്പെടുത്തൂ. ശരീരവും മനസ്സും പൂർണ്ണമായും അരങ്ങി സുഖകരമായി വിശ്രമിക്കുകയാണ്. Relax your whole body, fully relaxed. വളരെ സാവകാശമാണ് തിരികെ കാൽവിരലുകൾ കാൽപാദം ബലം നൽകി സാവധാനം ചലിപ്പിക്കാം. ഇരു കാലുകളും ബലം നൽകി ചലിപ്പിക്കൂ. ഉദരസംബന്ധമായ പേശികൾക്ക് സാവധാനം ബലം നൽകും. നടുവിന് ബലം നൽകാം. ചെസ്റ്റിന് ബലം നൽകുക. ഇരു കൈകൾക്കും ബലം നൽകി സാവധാനം ചലിപ്പിക്കാം. കഴുത്തിന് ബലം നൽകാം. തലയുമായി ബന്ധപ്പെട്ട എല്ലാ പേശികൾക്കും സാവധാനം ബലം നൽകാം. ശരീരം ഇപ്പോൾ നിങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കൂടുതൽ ഊർജ്ജത്തോടെ, സമാധാനത്തോടെ, ഉന്മേഷത്തോടെ നമ്മൾ തിരിച്ചെത്തിയിരിക്കുന്നു. ശരീരത്തിന് പുറത്തുനിന്നുള്ള ശബ്ദങ്ങളെല്ലാം തിരിയാം. വളരെ സാവകാശം ഇരു കൈകളും തലയ്ക്ക് മുകളിലേക്ക് വെച്ച് ശരീരഭാഗങ്ങളെല്ലാം വലിഞ്ഞു പോകട്ടെ. വളരെ സാവധാനം വലതുവശത്തേക്ക് ചരിഞ്ഞു കിടക്കൂ. ശരീരത്തിന്റെ തുലനാവസ്ഥയെല്ലാം നിരീക്ഷിക്കുന്നു. ശരീരം കാൽപാദം മുതൽ മൂർധാവ് വരെയുള്ള ഭാഗങ്ങളൊന്ന് നന്നായി നിരീക്ഷിക്കാം. വളരെ സാവകാശം സപ്പോർട്ട് ചെയ്തുകൊണ്ട് എഴുന്നേറ്റിരിക്കൂ. സിറ്റിംഗ് സുഖാസന പോഷൻ. ക്ലോസ് യുവർ ഐസ്. ശരീരത്തിന്റെ തുലനാവസ്ഥ നിരീക്ഷിക്കാം. കൂടുതൽ ഉച്ചത്തോടെ, സമാധാനത്തോടെ നിങ്ങൾ തിരിച്ചെത്തിയിരിക്കുന്നു. ഇരു കൈകളും തലവിൽ നന്നായി ചൂടാക്കാം. ആ ചൂട് മുഖത്ത് നന്നായിട്ട് പകരാം. മുഖത്തെ എല്ലാ പേശികളും നന്നായി തടവാം. Again, rub your hands and massage your face. ശരീരം നന്നായി തടവി കൊടുക്കാം. പതുക്കെ വലിച്ചു കൊടുക്കാം. കഴുത്തിന് പുറകുവശം താഴോട്ട് തടവാം. മുൻവശം താഴോട്ട് തടവാം. ശരീരാസനകളും തടവും. വളരെ സാവകാശം സമാധാനത്തോടെ കണ്ണു തുറന്ന് കൈകളെ നോക്കൂ. കണ്ണുകൾ അടയ്ക്കൂ. വളരെ സമാധാനത്തോടെ, ഊർജ്ജത്തോടെ, ഉണർവോടെ കണ്ണു തുറന്ന് പ്രകൃതിയെ കാണും. പ്ലീസ് ഓപ്പൺ യുവർ ഐസ്. ഓക്കെ, എല്ലാവരും തിരിച്ചെത്തിയില്ലേ? അപ്പൊ നമ്മളെ ഒരു 10 ദിവസത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമയം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതിനുള്ള സമയമാണ്. നേരെ സുഖമായിട്ടിരുന്നോളൂ. നിങ്ങൾക്ക് സുഖമുള്ള രീതിയിലേക്ക് ഇരിക്കാം. എന്തെങ്കിലും സംശയങ്ങൾ നമ്മൾ എടുത്ത ഭാഗത്തെ ക്ലിയർ ചെയ്യാണ്ടെങ്കിൽ ചോദിക്കാം. നിഖിൽ സാർ ലൈനിലുണ്ടോ? ഓക്കെ സാറേ, നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞോളൂ. കുട്ടികൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവർ പറയാം. ക്ലാസ്സുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് മൈക്ക് മ്യൂട്ട് ഒഴിവാക്കിയിട്ട് സംസാരിച്ചോളൂ. ഓക്കെ സാർ, ആർക്കും പ്രയാസം ഉണ്ടാവില്ല, മനസ്സിലായിട്ടുണ്ടാവും. സാർ പറഞ്ഞോളൂ, കുട്ടികളോട് നിർദ്ദേശം കൊടുക്കാനുണ്ടെങ്കിലോ? നമസ്കാരം.
നമ്മളെ സംബന്ധിച്ചിടത്തോളം 10 ദിവസത്തെ വലിയൊരു കോഴ്സിനാണ് ഇന്ന് പൂർത്തിയാകുകയാണെന്ന്. ഇതിൽ പറയാനുള്ളത്, നമ്മളിങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ വളരെ സന്തോഷപൂർവ്വം അത് ഏറ്റെടുത്തുകൊണ്ട് അതിന് നേതൃത്വം എടുത്തുകൊണ്ട് തന്നെ ഏകദേശം 100ഓളം ആളുകൾക്ക്, ഇന്നിപ്പോൾ 53 ആളുകളേ ഉള്ളൂ, പക്ഷെ തുടക്കത്തിൽ നമുക്കൊരു 100-നടുത്ത് അംഗങ്ങളുണ്ടായിരുന്നു. പിന്നെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് ചിലർക്ക് നേരിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ട്, റേഞ്ചിന്റെ പ്രോബ്ലം ഇങ്ങനെയൊക്കെ ആയിട്ട്. അതിനു വേണ്ടിയാണ് നമ്മൾ യൂട്യൂബ് ലൈവ് എന്ന് പറയുന്ന സംവിധാനം കൊണ്ടുപോകുന്നത്. എന്തായാലും അത് വളരെ ഭംഗിയായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ഈ ഒരു 10 ദിവസത്തെ കോഴ്സ് വിജയപ്രദമായ രീതിയിൽ പൂർത്തിയാക്കാൻ നമ്മോടൊപ്പം ചേർന്ന് ഈ കോഴ്സിന് നേതൃത്വം വഹിച്ച ശ്രീ ബിജുമാഷിന്റെ UP ഓപ്പൺ സ്കൗട്ട് ആൻഡ് ഗൈഡ് ഗ്രൂപ്പിന്റെ അതേപോലെ തന്നെ ഈ ഒരു കോഴ്സിന്റെ വിജയം എന്ന് പറയുന്നത് വളരെ സാങ്കേതികപരമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നേരിട്ട് ചെയ്യാൻ ഈ ഒരു അവസരത്തിൽ പറ്റാത്തത് കൊണ്ട് തന്നെ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അത് അംഗങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു നമ്മൾ ഏറ്റവും വലിയ വെല്ലുവിളി. അത് തന്നെയായിരുന്നു. കാരണം ഗൂഗിൾ മീറ്റ് പോലെയുള്ള കാര്യങ്ങൾക്കുള്ള പരിമിതികളുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഒരുപാട് പ്രത്യേകിച്ച് ഇതിന്റെ ഒരു സമയവും വലിയ പ്രശ്നമില്ല, വളരെ ഇഷ്ടം തന്നെ ചെയ്യണം എന്നുള്ളതുകൊണ്ട്. അപ്പൊ അത് വളരെ എന്താ പറയാ ആത്മാർത്ഥമായ രീതിയിൽ അത് ഏറ്റെടുക്കുകയും അതിനൊരു പുതിയ സംവിധാനം രൂപപ്പെടുത്തിയെടുത്തുകൊണ്ട് അംഗങ്ങളിലേക്ക് അത് വളരെ സുഖകരമായ രീതിയിൽ എത്തിക്കാൻ മുൻകൈ എടുത്ത നമ്മുടെ ടെക്നിക്കൽ ടീമിന്റെ ലീഡർ കൂടിയായിട്ടുള്ള സീനിയർ ഓർമേറ്റ് അക്ഷയ് മോഹനാണ്. അക്ഷയ് മോഹന്റെ ഒരു നേതൃത്വമാണ് ഈ ഒരു കാര്യം ഇത്രയും വിജയകരമാക്കിയത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമ്മളിങ്ങനെ ഒരു പരിപാടിയെ പറ്റി ആലോചിച്ചപ്പോൾ അക്ഷയുടെ ഒരു നേതൃത്വത്തിലാണ് ഇങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവരാമെന്നും അതിലൂടെ ഇത് വളരെ ചിട്ടയായ രീതിയിൽ തന്നെ നടത്താൻ സാധിക്കുമെന്നുള്ളൊരു നിർദ്ദേശം വന്നത്. ഇതിന്റെ ഒരു പ്രയാസം എല്ലാവർക്കും അറിയാം. വളരെ രാവിലെ തന്നെ എഴുന്നേറ്റിരുന്ന് എല്ലാ ദിവസവും 5 മണിക്ക് ഉണരുകയും ഒരു 7 സ്ഥിതിയാണ് ഇപ്പോൾ സ്ഥിരമായിട്ട് അക്ഷയന്റെ ജീവിതത്തിൽ. ഒരു 10 ദിവസം ഇതിനു വേണ്ടി രാവിലത്തെ സമയം കംപ്ലീറ്റ് ഇതിനു വേണ്ടി മാറ്റി വെക്കുകയാണ്. രാവിലെ ഇതിന്റെ ഒരുക്കങ്ങൾ നടത്തുന്നു. ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം ഇതിന്റെ ലൈവ് കോപ്പി ചെയ്യാനും പിന്നീട് അത് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് സമയമാണ് പക്ഷേ ഇതിനു വേണ്ടി മാറ്റി വെക്കുന്നത്. ആ ഒരു നല്ല നേതൃത്വം. അതേപോലെ തന്നെ നമ്മുടെ GHQ ടീമിന്റെ ഭാഗത്തുനിന്ന് സെക്രട്ടറി ആയാലും പിന്നെ പ്രോഗ്രാമിന്റെ ചാർജുള്ള അജുലായാലും ഇങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ കുട്ടികളെ ഇതിലേക്ക് സംഘടിപ്പിക്കുന്നതിൽ എടുത്ത ആ ഒരു നേതൃത്വമാണ് ഇത്രയും വിജയകരമാക്കി മാറ്റാൻ സാധിച്ചത്. അപ്പൊ നല്ല ഒരു ഫീഡ്ബാക്കാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് രക്ഷിതാക്കളും ഒരുപാട് കുട്ടികളും വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ഇതിന് പങ്കെടുക്കുകയും അത് ജീവിതത്തിൽ യോഗ മറ്റൊരു കോഴ്സിനെ പോലെയല്ല, പഠിച്ച കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തി അല്ലെങ്കിൽ യോഗ അതൊരു സ്ഥിരം ജീവിതചര്യയാക്കി മാറ്റുമ്പോഴാണ് അതിനൊരു റിസൾട്ട് ഉണ്ട്. ആ രീതിയിലേക്ക് വളരെ ആത്മാർത്ഥമായിട്ട് ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നു എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമാണ്. കാരണം ഒരു 70ഓളം ആളുകളെ സ്ഥിരമായിട്ട് ഈ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് തന്നെ വലിയൊരു സന്തോഷമാണ്. നമ്മൾ ആദ്യം തന്നെ ഈ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് രാജ്യപുരസ്കാറിന്റെ കുട്ടികൾക്ക് വേണ്ടി കൊടുത്തപ്പോൾ അതിന്റെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അത് കണ്ടിട്ടാണ് പല ആളുകളും ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത് നമ്മളോട്. ഇത്രയും എന്താ പറയുക, പലരും യോഗ എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും അത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അത് ചെയ്യുക, അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ പറ്റി വലിയൊരു ഐഡിയ പലർക്കും ഇല്ല. പക്ഷെ അത് കണ്ടപ്പോഴാണ് ശരിക്കും ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ജീവിതത്തിൽ ആക്കാൻ പറ്റുമെന്നും അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവുമെന്നും ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പലരും ഇതൊന്നും ഒരു സ്ഥിരമായിട്ടൊന്നും നമുക്ക് പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചത്. ആ ഒരു ഇതിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെ ഒരു കോഴ്സിലേക്ക് എത്തിയത്. എന്തായാലും നമ്മൾ BP ഓപ്പൺ സ്കൗട്ട് ആൻഡ് ഗൈഡ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുള്ളൊരു കാര്യം, വളരെ ഭംഗിയായിട്ടത് പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി ബിജുമാഷോട് നന്ദി പറയാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. കാരണം നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഒരു മുതിർന്ന അംഗമാണ്.
നമ്മുടെ യൂണിറ്റിന്റെ ഒരു അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ ഒരു സുഹൃത്താണ്, ഞങ്ങളുടെയൊക്കെ ഒരു സുഹൃത്താണ്, നമ്മുടെ നാട്ടുകാരനാണ്. ഇതിലൊക്കെ ഉപരിയായിക്കൊണ്ടിപ്പോ വിജുമാഷ് നമ്മുടെ ഒരു രക്ഷിതാവ് കൂടിയായി എന്നുള്ളൊരു സന്തോഷം കൂടിയുണ്ട്. അപ്പൊ അതിനും ഇതൊരു ഒരവസരമായി ഇത് എന്നുള്ളത് വേറൊരു സന്തോഷമാണ്. എന്തായാലും ഇത്തരത്തിൽ അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് നമുക്ക് വേണ്ടി ഇങ്ങനെ ഒരു സൗകര്യം ഒരുക്കി തന്നതിന് നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ അംഗങ്ങൾക്ക് തന്നെ വളരെ ശ്രദ്ധാപൂർവം അത് കാണുകയും പിന്നെ രാവിലെ തന്നെ പലപ്പോഴും ഞാൻ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഞാൻ തന്നെ ഇങ്ങനെ വിചാരിച്ചിരുന്നു, കാരണം കുട്ടികൾ എത്രത്തോളം രാവിലെ എഴുന്നേൽക്കുമെന്നുള്ള കാര്യത്തിലൊക്കെ. അപ്പൊ നമ്മൾ വെറുതെ ഒരു 5:30 ആകുമ്പോൾ വെറുതെ ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ വെറുതെ ഗ്രൂപ്പിൽ ഇട്ട് നോക്കും, ആളുകളൊക്കെ ഉണർന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. അപ്പൊ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് 10-60 പേരൊക്കെയാണ് പെട്ടെന്ന് തന്നെ തിരിച്ച് അവിടെ മെസ്സേജ് ഇടുന്നത്. കാരണം അത്രയും ആളുകൾ ഇതിനു വേണ്ടി വളരെ നേരത്തെ തന്നെ ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. അപ്പോൾ ഇതൊന്നും വെറുതെ ഒരു പേരിന് വേണ്ടിയല്ല, ഇതൊക്കെ ആത്മാർത്ഥമായിട്ട് തന്നെ ആളുകൾ എടുക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം. അപ്പോൾ ഇതിന് വേണ്ടി തയ്യാറെടുത്ത അംഗങ്ങളെയും രക്ഷിതാക്കളെയും മറ്റ് ആളുകളെയൊക്കെ തന്നെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുക കൂടി ചെയ്യുകയാണ്. കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അജുൽരാജിനും അക്ഷയ്ക്കും ഒക്കെ സംസാരിക്കാനുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. മറ്റുള്ള ആളുകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കും. അജുൽ, അജുൽ കേൾക്കുന്നുണ്ടോ? അജുലിന് റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടോന്ന് തോന്നുന്നു. അക്ഷയ് പറഞ്ഞു. അക്ഷയ്ക്ക് ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുണ്ടോന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. ശേഷമാണ് കുട്ടികൾക്ക് അവസരം കൊടുക്കാൻ തിരിച്ചിട്ടുണ്ട്. അക്ഷയ്, ഇനി ഇതിൽ പങ്കെടുത്ത അംഗങ്ങൾക്കും രക്ഷിതാക്കൾക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എന്താ അഭിപ്രായങ്ങളോ പറയാനുണ്ടെങ്കിൽ ഉള്ള അവസരമാണ്. ഹലോ സാർ. ഹലോ സാർ. ഇത് ദിവസം നമ്മൾ യോഗ ചെയ്യുന്ന സമയത്ത് ഏതൊക്കെയാ ചെയ്യേണ്ടത്? ആസനങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ പറയട്ടെ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. അപ്പോ നമ്മള് ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ 10 ദിവസം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇതില് പൂർണ്ണമായിട്ട് ചെയ്തിട്ടില്ലെങ്കിലും സ്ട്രെച്ചിങ് അതേപോലെ തന്നെ വാമിംഗ് അപ്പ് നമ്മൾ ഡെയിലി ചെയ്യണം സ്റ്റാർട്ടിങ്ങിൽ. ശേഷം നമുക്ക് ആവശ്യമുള്ള കുറച്ച് എക്സസൈസ് നമ്മൾ പഠിച്ചു വെക്കുക, ആസനം പഠിച്ചു വെക്കുക, അതേപോലെ തന്നെ പ്രാണായാമം നമ്മൾ ചെയ്യും. അപ്പൊ ഇപ്പൊ നമ്മൾ ഒരുപാട് 10-20ഓളം ആസനാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു, അല്ലെ? ഒരുപാട് ആസനാസ് നമ്മൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിപ്പോ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഒരു കോംപ്ലിക്കേഷൻ ഇല്ലാതെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ആസനയാണ്. എന്നാൽ ചില അസുഖങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതും അതേപോലെ തന്നെ ചെയ്യാൻ പാടില്ലാത്തതുമായ കുറെ ആസനം നമുക്ക് ഇനിയും പഠിക്കാനുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മളിപ്പോ പഠിച്ചത് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ഞാൻ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഗുണങ്ങളും അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യാനുള്ളതൊക്കെ പറഞ്ഞിട്ടായി. ഇനി സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഇംഗ്ലീഷ് ബന്ധപ്പെട്ടിട്ട് വേണമെങ്കിൽ
വേണമെങ്കിൽ ഒരു സംശയം എന്തെങ്കിലും ക്ലാസ്സോ അല്ലെങ്കിൽ നമുക്ക് ഫേസ് ടു ഫേസ് നമുക്ക് എന്നാണ് കണ്ടുമുട്ടാൻ കഴിയുന്നത്, അതിനുശേഷം നമുക്ക് ഇതേപോലെ അറേഞ്ച് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇപ്പൊ നിങ്ങൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ മനസ്സിലുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാം, മറന്നു പോയത് വിട്ടേക്കാം, അതിനെപ്പറ്റി പ്രയാസപ്പെടണം. ഓക്കെ. പിന്നെ വേണമെങ്കിൽ ഞാൻ എന്തെങ്കിലും നോട്ട്സോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സാറുമായിട്ട് സംസാരിച്ചിട്ട് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ട്. ഓക്കെ. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ. ഇനി ആരെങ്കിലും? ഇത് നമ്മുടെ ചാനലിൽ യൂട്യൂബിൽ ഉണ്ട്, നമ്മൾ ഇതുവരെ എടുത്ത എല്ലാ ക്ലാസ്സുകളും അതിനകത്തുണ്ട്. അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തു നോക്കാം. പിന്നെയും വീണ്ടും വീണ്ടും ചെയ്യണമെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ഇത് ക്ലാസ് കൈകാര്യം ചെയ്യുന്ന ബിജുമാഷ്ക്കും ഒരു യൂട്യൂബ് ID ഉണ്ട്. ഇതില് ഒരുപാട് ഇപ്പൊ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനകത്ത് ഒരുപാട് ക്ലാസ്സുകൾ, കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ അതിനകത്തും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അതുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി എന്തൊക്കെ സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ സാറോ അല്ലെങ്കിൽ അക്ഷയോ ആരെങ്കിലും ആയിട്ട് ബന്ധപ്പെടില്ല, ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ചെയ്യാം. ഇപ്പൊ രാജസ്ഥാൻ കുട്ടികൾക്ക് ഇനിയും കുറെ കാര്യങ്ങൾ അതിൽ വരാനുണ്ട്, അതൊക്കെ കുറെ അഡ്വാൻസ്ഡ് ആസനയാണ്. അപ്പൊ അത് നമ്മളൊരു ക്ലാസ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും ഭാഗത്ത് ഇനി പറഞ്ഞ പോലെ എഴുതാനോ അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നോ അറിയില്ലെങ്കിൽ നിങ്ങൾ സംശയം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാൻ സാറുമായിട്ട് കോൺടാക്ട് ചെയ്ത് ഞാൻ ക്ലിയർ ചെയ്യും. ഓക്കെ. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റിന്റെ സംവിധാനമൊക്കെ വേണമെങ്കിൽ സാറ് നിങ്ങൾ സംസാരിച്ചിട്ട്, കാരണം ഒരു 6 മാസം കോഴ്സ് കഴിഞ്ഞിട്ട് ഒരു സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ രാജീവ് സാറിന്റെ പ്രൊഫഷൻസി ബാച്ചിൽ ഒപ്പിക്കാനുള്ളത്. അപ്പൊ അത് നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ അത് നിങ്ങൾ മികച്ചവർക്ക് ആയിട്ട് ബന്ധപ്പെടുക. ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ, അതിനുശേഷം രൂപരേഖ ഉണ്ടാക്കിയിട്ട് ക്ലിയർ ചെയ്യാം അല്ലേ നിധി സാറേ? അതെ അതെ, സർട്ടിഫിക്കറ്റിന്റെ കാര്യമൊക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഞാനിങ്ങോട് സംസാരിക്കാൻ വിചാരിച്ചായിരുന്നു. അപ്പൊ അത് സാറ് അറേഞ്ച് ചെയ്താൽ മതി. അപ്പൊ കോഴ്സ് പങ്കെടുത്ത കുട്ടികൾക്കൊക്കെ അത് കിട്ടുമ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വളരെ ഉപകാരമാവും ഈ കോഴ്സ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ. അതായത് രാജീവ് സാറിന്റെ പ്രൊഫഷൻസി ബാച്ചിന്റെ റെക്കോർഡിലേക്ക് നിങ്ങൾക്ക് കൂട്ടിക്കാൻ പറ്റും, അല്ലെങ്കിൽ കൈവശം വെക്കാൻ പറ്റും. ഓക്കെ. 10 ദിവസം പൂർത്തിയാക്കിയ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും സർട്ടിഫിക്കറ്റ് നമ്മൾ റെഡിയാക്കുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. മറ്റൊന്നുമില്ലെങ്കിലും ഇനി കൂടുതൽ ആളുകൾക്കാർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ പറയാം. വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ മാഷ് പറഞ്ഞ പോലെ നമുക്ക് പിന്നീട് ഒരു ദിവസം, എല്ലാവർക്കും പറ്റുന്ന ഒരു ദിവസം നമുക്ക് ഗൂഗിൾ മീറ്റ് വഴിയോ അല്ലെങ്കിൽ നേരിട്ട് തന്നെ ഈ ഒരു പ്രയാസം മാറിക്കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് തന്നെ എല്ലാവരും കൂടി ഇരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കാൻ വേണമെങ്കിൽ. കൂടുതലൊന്നും പറയാനില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഓഫീസ് സെക്രട്ടറി അശ്വന്ത് സംസാരിക്കും. പറഞ്ഞോളൂ. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 9 ദിവസമായിട്ട് നമ്മൾ ഒരു കോഴ്സിന്റെ ഭാഗമായിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ആരോഗ്യപരമായിട്ടുള്ള ഒരു ഉന്മേഷം തന്നെയാണ് നമ്മുടെ ഓരോ ദിവസവും ദിനംപ്രതി നമ്മളെ പ്രവർത്തനങ്ങളിലെല്ലാം പ്രകടമാകുന്നത്. അപ്പം അത്തരം ഒരു ഉന്മേഷത്തിന് ഒരു പക്ഷേ യോഗ വളരെ ഉത്തമമാണ് എന്ന് ഒരു ബോധമുള്ളൊരു വ്യക്തി കൂടിയാണ് ഞാൻ. അപ്പം അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ, കൂടാതെ രാജീവ് സാർ ജീവിതത്തിലും ഈ ഒരു മേഖലയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇത്തരമൊരു കോഴ്സ് നമ്മുടെ ഗ്രൂപ്പിലെ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് നമ്മൾ സംഘടിപ്പിക്കുന്നത്. അപ്പം അതിന് ഒരുപാട് നന്ദി രേഖപ്പെടുത്താനുള്ളത് ബിജു മാഷോടാണ്. കാരണം ഇത്തരമൊരു കാര്യം പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹം ഇത് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ഈ 10 ദിവസത്തെ കോഴ്സ് നേതൃത്വം വഹിച്ചു. അതിൽ ഒരിക്കൽ കൂടി മാഷോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. നേരത്തെ നികേഷ് മാഷ് പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ പിന്നിൽ ഒരു വലിയൊരു ടെക്നിക്കൽ വശമുണ്ട്. കാരണം ഇത്തരം ഒരു കാര്യം നമ്മൾ കുട്ടികളിലേക്ക് എത്തിക്കുമ്പോൾ അത് എത്ര പേരിലേക്ക് എത്തുന്നു എന്നതാണ് നമ്മൾ കണക്കാക്കേണ്ടത്. കാരണം ഇന്നത്തെ ഒരു സാങ്കേതിക സഹായകം ഒരുപക്ഷെ എല്ലാവരോടും എത്തിക്കണമെന്നില്ല. കാരണം റേഞ്ചിന്റെ ഒക്കെ ബുദ്ധിമുട്ട് തന്നെ ഗൂഗിൾ മീറ്റ് വഴിയാണെങ്കിൽ കൂടിയും പലരേക്കും നമ്മൾ എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അത് നികത്തിക്കൊണ്ട് യൂട്യൂബിലൂടെ ലൈവ് ടെലികാസ്റ്റ് ചെയ്ത് സാങ്കേതികപരമായിട്ട് നമുക്ക് ഒരുപാട് സഹായം ചെയ്തു തന്ന നമ്മുടെ ടെക്നിക്കൽ ടീം ലീഡർ അക്ഷയ്, നമ്മുടെ SRM സീനിയർ
സാറിനോടുള്ള നന്ദി ഒരിക്കൽ കൂടി എടുത്തു പറയേണ്ട കാര്യമാണ്. അപ്പം ഇതില് കഴിഞ്ഞ 9 ദിവസമായിട്ട് നമ്മുടെ ഈ ഒരു യോഗ കോഴ്സിൽ പങ്കെടുത്ത സ്കൗട്ട്, ഗൈഡ്, റോവർ, റേഞ്ചർ, അബു ബുൾബുൾ അംഗങ്ങൾ, അവരുടെ രക്ഷിതാക്കളെ, കുടുംബം, പക്ഷേ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് വളരെ മികച്ച ഒരു അഭിപ്രായമാണ് നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ജില്ലയിൽ നിന്ന് അതുപോലെ തന്നെ പേരാമ്പ്ര ജില്ലയിൽ നിന്നൊക്കെ ആയിട്ട് നല്ല അഭിപ്രായം നമുക്ക് ഈ ഒരു 10 ദിവസത്തെ കോഴ്സിന്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് നന്ദി ഒരിക്കൽ കൂടി നമ്മുടെ ബിജു മാഷോടും അതുപോലെ തന്നെ നമ്മളുടെ മുഴുവൻ അംഗങ്ങളോടും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇനി കൂടുതലായിട്ടൊന്നും പറയാനില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിന്റെ സർട്ടിഫിക്കറ്റ് നമ്മുടെ ഒരു കോവിഡിന്റെ പ്രയാസങ്ങളൊക്കെ മാറുന്നതിനനുസരിച്ച് അംഗങ്ങളിലേക്ക് എത്തും. പിന്നെ രാജ്യ പുരസ്കാരവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അതിന് മുന്നേ തന്നെ സർട്ടിഫിക്കറ്റ് ലോഗ് ബുക്ക് തരുന്ന സമയത്ത് അതിനകത്ത് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കാം. മറ്റു കൂടുതലായിട്ടൊന്നും പറയാനില്ല എന്ന് വിചാരിക്കട്ടെ. പങ്കെടുത്തവരോട് ഒരിക്കൽ കൂടി നന്ദിയും പിന്നെ ഇത് വിജയിപ്പിച്ച ആളുകളോടുള്ള അവർക്ക് പ്രത്യേക അഭിനന്ദനങ്ങളൊക്കെ അറിയിക്കുകയാണ്. മാഷോട് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് നിർത്താം.